ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ട് കുടുംബത്തിലെ ഞാൻ ഒറ്റപ്പെട്ടു പോയതൊക്കെ. കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയെന്നോ? എടി, നീ പറഞ്ഞതെല്ലാം അമ്മാവൻ അംഗീകരിച്ചില്ല അമ്പിളി. നിന്റെ ഇഷ്ടത്തിനല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ആണോ? എങ്കിലേ ഇതും എന്റെ ഇഷ്ടത്തിന് നടക്കുന്നതാ. ഞാനിവിടെ ഒരു തയ്യൽ പരിപാടി തുടങ്ങാൻ പോവാ. അതിനുവേണ്ടി വീടുകൾ തോറും കയറി ഇറങ്ങി തുണികൾ വാങ്ങിക്കൊണ്ട് വന്നിരിക്കാൻ ഞാൻ. ഇത്രയും തുണി നീ എപ്പ തയ്ച്ചു തീരാനാ അമ്പിളി? എത്രയും വേഗം തയ്ച്ചു കൊടുക്കുന്നോ അത്രയും വേഗം കാശ് കിട്ടും. ഞാൻ പഴയ 2 തയ്യൽ മെഷീനും കൂടെ കണ്ടുവച്ചിട്ടുണ്ട്. തയ്ക്കാൻ 2 ചേച്ചിമാരെ കൂടി കിട്ടിയാ ഈ വീട്ടിൽ തന്നെ തയ്യൽ ജോലി വിപുലീകരിക്കാനാണ് എന്റെ പ്ലാൻ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അമ്പിളി. ഇത് ഇപ്പൊ തന്നെ മോള് വിശന്ന കറിയായിരുന്നു. അവൾക്ക് ആഹാരം കൊടുക്കേണ്ട വിചാരം പോലും ഇല്ലാതെ നീ പോയാലെങ്ങനെ? നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളൊരു അച്ഛനല്ലേ? സ്വന്തം കുഞ്ഞിന് വിശക്കുമ്പോ ആഹാരം എടുത്തു കൊടുക്കാനുള്ള വകതിരി പോലും നിങ്ങൾക്കില്ലേ? ഇവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഞാൻ പോയത്. എന്നിട്ടും നിങ്ങൾ എന്റെ മോളെ പട്ടിണി കിട്ടല്ലേ? അമ്പിളി, ഞാൻ കുമ്പിളി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്നറിഞ്ഞാ നിങ്ങൾ ഉടനെ വണ്ടി എടുത്തോണ്ട് ഓടുമല്ലോ. സ്വന്തം കുഞ്ഞിന്റെയും ഭാര്യയുടെയും കാര്യം വരുമ്പോ മാത്രമേ ഉള്ളൂ ഈ പൊട്ടംകളി. നീ വരാൻ താമസിക്കുമെങ്കിൽ അത് പറഞ്ഞിട്ട് പോണ്ടേ? നീ വരൂന്ന് കരുതിയല്ലേ ഞാൻ മാറിയെന്ന്? ഹാ, ഞാൻ വഴിയിൽ വെച്ചേ വല്ല വണ്ടി അടിച്ച് ചത്തുപോയാ നിങ്ങൾ എന്റെ കുഞ്ഞിനെ പട്ടിണി കിട്ട് കൊല്ലൂ. എവിടെ എന്റെ മോള്? എന്റെ മോളുടെ ഒരു ഗതികേട് അല്ലാതെ എന്ത് പറയാനാ? ലച്ചുമോളെ, ലച്ചുമോളെ, കഴിക്ക്. വാ തുറക്ക്. മുട്ടായി തിന്നാം, പല്ലു പുഴു തിന്നും. വലുതാവണ്ടേ? വാ കഴിക്ക്. നല്ല രുചിയുള്ള പാപ്പ. വേണ്ടേ? വാ കഴിക്ക.